ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് 12 വോൾട്ട് DC-യിൽ, അതായത് 12 വോൾട്ടിന്റെ ബാറ്ററി ഉപയോഗിക്കുന്ന വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള LED മൊഡ്യൂളാണ്. ഇത് നമുക്ക് AC 230 വോൾട്ടിൽ, അതായത് നമ്മുടെ വീട്ടിലെ പ്ലഗിൽ നിന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു LED ഡ്രൈവറോ അല്ലെങ്കിൽ അഡാപ്റ്ററുകളോ ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇത്തരം അഡാപ്റ്ററുകളൊന്നുമില്ലാതെ നേരിട്ട് 230 വോൾട്ട് AC-യിൽ പ്രവർത്തിക്കുന്ന LED മൊഡ്യൂളുകൾ നമ്മൾ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ കാണുന്നതാണ് ഡയറക്റ്റ് AC 230 വോൾട്ട് കൊടുക്കാവുന്ന LED മൊഡ്യൂൾ. ഇതിൽ നമ്മൾ പല കളറുകൾ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ യെല്ലോ, ഗ്രീൻ, ബ്ലൂ, റെഡ്, പിങ്ക് അങ്ങനെ പല കളറുകളിലുള്ള മൊഡ്യൂളുകൾ അന്ന് നമ്മൾ അതിൽ കാണിച്ചിരുന്നു. ഇതെല്ലാം തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ നേരിട്ട് 230 വോൾട്ട് AC-യിലേക്ക് കണക്ട് ചെയ്യാവുന്നവയാണ്. എന്നാൽ ഇതിൽ വൈറ്റ് ഒഴികെയുള്ള മറ്റു കളറുകൾ എല്ലാ സമയത്തും ലഭിക്കുന്നില്ല എന്നുള്ള പരാതി പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 12 വോൾട്ട് DC-യിൽ വർക്ക് ചെയ്യുന്ന LED മൊഡ്യൂളുകളാണ്. ഇത് ഏത് കളർ വേണമെങ്കിലും നമുക്ക് യഥേഷ്ടം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 12 വോൾട്ടിൻ്റെ LED മൊഡ്യൂളുകൾ എങ്ങനെ നേരിട്ട് 230 വോൾട്ട് AC-യിലേക്ക് കൊടുക്കാമെന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾ വേറെ അഡാപ്റ്ററുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർക്യൂട്ടുകളോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഈ LED-കൾ തന്നെ ഉപയോഗിച്ചിട്ട് നേരിട്ട് എങ്ങനെ 230 വോൾട്ട് AC-യിൽ വർക്ക് ചെയ്യിക്കാമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. സാധാരണയായി നമുക്ക് വാങ്ങാൻ കിട്ടുന്ന 12 വോൾട്ടിൻ്റെ LED മൊഡ്യൂളുകൾ ഇതുപോലെ 20 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് വരുന്നത്. ഇതിൽ ഓരോ LED-കളും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു LED-യുടെ ഒരു വശത്ത് പോസിറ്റീവ് നെഗറ്റീവും ഒരു കണക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ മറുവശത്തുള്ള പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും കണക്ഷനുകൾ അടുത്ത LED-യിലേക്ക് ലൂപ്പ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അടുത്ത LED-യിൽ നിന്നും അടുത്ത LED-യിലേക്ക് പോകും. ഇതിൻ്റെ തുടങ്ങുന്നിടത്തോ അല്ലെങ്കിൽ അവസാനിക്കുന്നിടത്തോ ആയിട്ടുള്ള രണ്ട് കണക്ഷനിൽ നമ്മൾ 12 വോൾട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ LED-യും കത്തുന്ന രീതിയിലാണ് ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് നിങ്ങളെ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നതിന് ഞാനിവിടെ ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേൽ പിന്നിൽ നിന്നും ഒരു ഫീമെയിൽ കണക്ടർ കണക്ട് ചെയ്തുകൊണ്ട് അതിലെ കണക്ഷൻ LED-യിലേക്ക് കൊടുത്ത് ഇത് വർക്ക് ചെയ്യിച്ച് കാണിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ LED-യുടെ ഒരു എൻഡിലേക്ക് DC 12 വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം 12 വോൾട്ട് DC-യിലാണ് ഈ LED-കൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ LED-കളെ ഇനി നമ്മൾ നേരിട്ട് എങ്ങനെ 230 വോൾട്ട് AC-യിലേക്ക് കൊടുക്കാൻ പാകത്തിനാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ LED-കളെല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കറിലാണ് കമ്പനി ഫിക്സ് ചെയ്ത് വിട്ടിട്ടുള്ളത്. ഇത് നമുക്ക് ആവശ്യമായ അത്രയും നമ്പർ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഇതിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം വേറെ വേറെയായിട്ട് ഇങ്ങനെ മാലയാക്കി വേർപ്പെടുത്തിയെടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഞാൻ ഇതിലെ എല്ലാ LED മൊഡ്യൂളുകളും വേറെ വേറെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷനുകൾ ഇപ്പോൾ എല്ലാം പാരലലായിട്ട് പോകുന്നുണ്ട്. അതായത് നേരത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്തതുപോലെ ഒരു എൻഡിൽ 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഇതിലെ ഓരോ LED മൊഡ്യൂളുകളെയും ഇതിൻ്റെ കണക്ഷനുകൾ കട്ട് ചെയ്ത് വേറെ വേറെ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഓരോ LED മൊഡ്യൂളുകളും കട്ട് ചെയ്ത് വേറെ വേറെ ആക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഈ രണ്ട് LED മൊഡ്യൂളുകളുടെയും ഇടയിലുള്ള വയർ പകുതി വെച്ചിട്ട് ഇതുപോലെ മുറിക്കുക. ഓരോ മൊഡ്യൂളുകളുടെ ഇടയിലുള്ള വയറുകളും ഇതുപോലെ പകുതിയിൽ മുറിച്ച് എല്ലാ മൊഡ്യൂളും ഇതുപോലെ വേറെ വേറെയാക്കി വെക്കണം. ഞാനിപ്പോൾ ഇതിലുള്ള 20 LED മൊഡ്യൂളുകളും വയറുകൾ മുറിച്ച് വേറെ വേറെയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ 2 വൈറ്റ് വയറുകൾ ഉള്ളതിൽ ഒന്നിൽ ഒരു റെഡ് ലൈൻ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അതാണ് ഇതിൻ്റെ പോസിറ്റീവ് കണക്ഷൻ. ആ വരയില്ലാത്ത വെറും വൈറ്റ് മാത്രമായിട്ടുള്ള കണക്ഷൻ നെഗറ്റീവാണ്. ഇനി നമുക്ക് എല്ലാ LED മൊഡ്യൂളിലും കുറച്ച് പണിയുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഓരോ LED മൊഡ്യൂളിൻ്റെയും ഒരു ഭാഗത്തുള്ള നെഗറ്റീവിൻ്റെ കണക്ഷനും മറുഭാഗത്തുള്ള പോസിറ്റീവിൻ്റെ കണക്ഷനും ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇതിനുശേഷം ഈ LED മൊഡ്യൂളിൽ ബാക്കിയായിട്ടുണ്ടാവുന്നത് ഒരു ഭാഗത്ത് പോസിറ്റീവിൻ്റെ ഒരു വയറും മറുഭാഗത്ത് നെഗറ്റീവിൻ്റെ ഒരു വയറുമാണ് ഉണ്ടാവുക. ഇങ്ങനെ ഇതിലെ എല്ലാ LED മൊഡ്യൂളിലും കട്ട് ചെയ്യണം.
ഒരു ഭാഗത്ത് നിർബന്ധമായിട്ടും ഒരു പോസിറ്റീവ് കണക്ഷൻ ഉണ്ടായിരിക്കണം, മറുഭാഗത്ത് നെഗറ്റീവിൻ്റെ കണക്ഷനും ഉണ്ടായിരിക്കണം. ഇനി നമുക്കിതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം, ഈ LED മൊഡ്യൂൾ ആദ്യം ഉണ്ടായിരുന്നത് പാരലൽ ആയിട്ടുള്ള ഒരു മാലയായിരുന്നു. ഇനി നമ്മൾ ഇതിനെ സീരീസ് ആക്കാൻ പോവുകയാണ്. സീരീസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള LED മൊഡ്യൂളിൻ്റെ ഒരു ഭാഗത്ത് പോസിറ്റീവ്, അത് നമ്മൾ തുടക്കത്തിലുള്ള കണക്ഷനായിട്ട് എടുക്കും. അതിൻ്റെ രണ്ടാമത് വരുന്ന നെഗറ്റീവ് കണക്ഷൻ അടുത്ത LED മൊഡ്യൂളിൻ്റെ പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ ആ രണ്ടാമത്തെ LED മൊഡ്യൂളിൻ്റെ നെഗറ്റീവ് കണക്ഷൻ മൂന്നാമത് വരുന്ന LED മൊഡ്യൂളിൻ്റെ പോസിറ്റീവിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. അങ്ങനെ ഈ ഒരു മാലയിൽ വന്നിട്ടുള്ള 20 LEDകളും ഇതുപോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. ഒന്നിൻ്റെ നെഗറ്റീവ് അടുത്തതിൻ്റെ പോസിറ്റീവ്, പിന്നെ അതിൻ്റെ നെഗറ്റീവ് അടുത്തതിൻ്റെ പോസിറ്റീവ്, അങ്ങനെ സീരീസ് ആയിട്ട് 20 LEDകൾ ഇതുപോലെ കണക്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു LED വർക്കിംഗ് വോൾട്ടേജ് 12 വോൾട്ട് ആണ്. അപ്പോൾ നമ്മൾ 2 LED ഉപയോഗിച്ച് കഴിഞ്ഞാൽ 24 വോൾട്ട് ആയി. അങ്ങനെ 20 LEDകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 230 വോൾട്ട് AC ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരു കളർ മാത്രമല്ല, ഒരേ കറണ്ട് ഉപയോഗിക്കുന്ന LED മൊഡ്യൂളുകളാണെങ്കിൽ നമുക്ക് മിക്സഡ് കളറുകളായിട്ടും ഇപ്പോൾ ഞാൻ ഈ ചെയ്തതുപോലെ നിർമ്മിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഗ്രീനും റെഡും കൂടിയിട്ടുള്ള ഒരു മാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് എങ്ങനെയാണ് സപ്ലൈ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ മാല ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഉപയോഗിച്ച ആ ഒരു LED മൊഡ്യൂളിലുള്ള പോസിറ്റീവ് കണക്ഷനും ഏറ്റവും അവസാനം വന്ന LED മൊഡ്യൂളിലുള്ള നെഗറ്റീവ് കണക്ഷനുമാണ് ഇതിൽ കണക്ഷൻ കൊടുക്കാൻ ഇനി ബാക്കിയുള്ളത്. അതിലേക്കാണ് നമ്മൾ 230 വോൾട്ട് AC കണക്ട് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 2 പിന്നും വയറും എടുത്തിട്ടുണ്ട്. ഈ 2 കണക്ഷനുകളിലേക്കും ഇതുപോലെ ഞാനിത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇതുപോലെ സ്ലീവ് ഇട്ടോ അല്ലെങ്കിൽ ടേപ്പ് ചുറ്റിയിട്ടോ ഇത് സേഫാക്കി വെക്കണം. 230 വോൾട്ട് AC ആണ്, അല്ലെങ്കിൽ ഷോക്ക് അടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനിത് പ്ലഗ് ചെയ്ത് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, എല്ലാ LED മൊഡ്യൂളുകളും വളരെ മനോഹരമായിട്ട് തന്നെ പ്രകാശിക്കുന്നുണ്ട്. ഇതിലൊരു കാര്യം എടുത്തു പറയാനുള്ളത്, 12 വോൾട്ടിൻ്റെ LED മൊഡ്യൂളുകൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ മാലകൾ നിങ്ങൾ നിർമ്മിക്കുമ്പോൾ 20 എണ്ണം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതിൽ ഒന്ന് കുറഞ്ഞു പോയാൽ പോലും ഈ LED മൊഡ്യൂളുകൾ എല്ലാം തന്നെ കേടായി പോകും. 1-2 എണ്ണം അധികം കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വെളിച്ചം കുറഞ്ഞാലും ആയുസ് കൂടുതൽ കിട്ടുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം കൂടി നോക്കാനുള്ളത്, നമ്മൾ ഓരോ മൊഡ്യൂളിലും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ള വയറുകളിലും സപ്ലൈ ഉണ്ടാകും. അതും ഇൻസുലേറ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്, ടെസ്റ്റർ വെക്കുമ്പോൾ ടെസ്റ്റർ വളരെ നന്നായിട്ട് കത്തുന്നത്. അതിലെല്ലാം സപ്ലൈ വരുന്നതാണ്. ഇത് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ കണക്ഷനുകളും നമ്മൾ ഇൻസുലേറ്റ് ചെയ്ത് തന്നെ വെക്കണം. ഇങ്ങനെ 12 വോൾട്ടിൻ്റെ 20 LED മൊഡ്യൂളുകൾ ഉപയോഗിച്ചിട്ട് മിക്സഡ് കളറുകളായിട്ടോ അല്ലെങ്കിൽ ഏത് കളർ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും അതിലൊക്കെ ഇതുപോലെ മാലകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ നിർമ്മിച്ച മെത്തേഡിൽ LED മാല നിർമ്മിക്കുന്നതിന് മിനിമം 20 LED മൊഡ്യൂൾ ആവശ്യമാണ്. ഇനി 1-2 മൊഡ്യൂളൊക്കെയാണ് നിങ്ങൾക്ക് AC കണക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇതുപോലെ കപ്പാസിറ്ററും റെസിസ്റ്ററും ഡയോഡും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ സർക്യൂട്ട് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. ഇതുപോലത്തെ LED ഡ്രൈവർ ഉപയോഗിക്കാതെ LED മൊഡ്യൂളുകൾ വർക്ക് ചെയ്യിക്കുന്ന ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ നിർമ്മിച്ച AC നേരിട്ട് കൊടുക്കാവുന്ന LED മൊഡ്യൂളിൻ്റെ മാലയിലേക്ക് ഒരു ടിപ്പ് കൂടി പറഞ്ഞു തരാം. അത് നമ്മൾ DC വർക്ക് ചെയ്യുന്ന LED നേരെ AC കൊടുക്കുമ്പോൾ ചെറിയ രീതിയിൽ ഒരു ഫ്ലിക്കറിങ് അനുഭവപ്പെടും. അത് ഒഴിവാക്കുന്നതിന് ഇതുപോലെ 1 ആംപിയർ ഡയോഡുകൾ 4 എണ്ണം ഉപയോഗിച്ചിട്ട് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇതുപോലത്തെ റെഡിമെയ്ഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിച്ചിട്ടോ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം ഫ്ലിക്കറിങ്ങും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇത്തരം ബ്രിഡ്ജ് റെക്ടിഫയറുകൾ കണക്ട് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടതെല്ലാം ആ റെക്ടിഫയറിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നടുവിലുള്ള 2 കണക്ഷനുകൾ AC ഇൻപുട്ട് കൊടുക്കാനുള്ളതാണ്. പിന്നെയുള്ളത് ഔട്ട്പുട്ട് പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷനുകളാണ്. ഇപ്പോൾ നമ്മൾ ഈ ഇൻപുട്ട് നടുവിലെ 2 കണക്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് പോസിറ്റീവ് LED മൊഡ്യൂളിൻ്റെ പോസിറ്റീവ് കണക്ഷനിലേക്കും അവസാനത്തെ നെഗറ്റീവിൻ്റെ കണക്ഷൻ LED മൊഡ്യൂളിൻ്റെ നെഗറ്റീവ് കണക്ഷനിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് പ്ലഗ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ വഴിയാണ് LED മാല വർക്ക് ചെയ്യുന്നത്. വളരെ നന്നായിട്ട് തന്നെ പ്രകാശിക്കുന്നുണ്ട്. ഇത് നമുക്ക് സിംഗിൾ കളറിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ രീതിയിലുള്ള മൾട്ടി കളർ LED മാലയിലും എല്ലാം ഇതുപോലെ ബ്രിഡ്ജ് റെക്ടിഫയർ വേണമെങ്കിൽ മാത്രം കണക്ട് ചെയ്യാവുന്നതാണ്. ഇത് LEDകളുടെ ഫ്ലിക്കറിംഗ് കുറക്കുന്നതിനും ആയുസ് കൂട്ടുന്നതിനുമൊക്കെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ്.
വീഡിയോയിൽ കാണിച്ച പോലത്തെ DC LED മൊഡ്യൂളുകളും AC-യിൽ നേരിട്ട് വർക്ക് ചെയ്യാവുന്ന LED മൊഡ്യൂളുകളുമെല്ലാം നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഈ ഉപകരണങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്